വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ആൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസർ അല്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഇന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 29 തീയതി ജൂൺ മാസം 2026 തിങ്കളാഴ്ച. 6 മാസം കടന്നു പോവുകയാണ്. ഇന്നലെയാണ് തുടങ്ങിയതുപോലെ ഉണ്ട് ന്യൂ ഇയർ അല്ലെ. 2026 ഇന്നലെ തുടങ്ങിയതുപോലെ ഉണ്ട്. 6 മാസം സൂപ്പർ ഫാസ്റ്റ് സ്പീഡിൽ കഴിഞ്ഞു പോയി. നാളെ നിഫ്റ്റിയിലെയും ബാങ്ക് നിഫ്റ്റിയിലേക്ക് മന്ത്ലി കോൺട്രാക്ട് എല്ലാ സ്റ്റോക്കിൻ്റെയും, അതായത് FNOയിലുള്ള എല്ലാ സ്റ്റോക്കിൻ്റെയും മന്ത്ലി കോൺട്രാക്ട് എക്സ്പയറി ആകുന്ന ദിവസമാണ് നാളെ. അതിനകത്ത് ഈ എക്സ്പയറിക്ക് എല്ലാം ഒരേ ദിവസങ്ങളിലാണ് എക്സ്പയറി ആകുന്നത്. അതായത് നാളെ തന്നെയാണ് ലാസ്റ്റ് വർക്കിംഗ് ഡേ ഓഫ് ജൂൺ. രണ്ട് കാര്യം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോവാണ്. മൂന്നാമത്തത് ആസ് യൂഷ്വൽ നമ്മുടെ പോയിന്റ് ഓഫ് കൺട്രോൾ ഇന്ന് എന്താണ് എന്നുള്ളത് സംസാരിക്കാൻ പോവുകയാണ്. നമ്മുടെ ഈ സ്ട്രാറ്റജി അനുസരിച്ച്, നമ്മുടെ സെറ്റപ്പ് അനുസരിച്ച് നമ്മൾ എപ്പോഴും ഒരു കാര്യം പറയാറുള്ളത്, അറ്റ് ദ മണി ബേസ് ചെയ്ത് പോയിന്റ് ഓഫ് കൺട്രോൾ നോക്കിക്കോളൂ. ഈ പോയിന്റ് ഓഫ് കൺട്രോൾ ബേസ് ചെയ്തിട്ടാണ് ഈ ആക്ഷൻ തുടങ്ങുന്നത്. മനസ്സിലായെന്ന് തോന്നുന്നു. അതായത് ഈ പ്രീമിയം പറയുന്ന ഈ പോയിന്റ് ഓഫ് കൺട്രോൾ ബേസ് ചെയ്തിട്ടാണ് ലേലം വിളി തുടങ്ങുന്നത്. ലേലം വിളി എങ്ങനെയാണ് തുടങ്ങുന്നതെന്ന് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ 10 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം, അതായത് ലേലത്തിൽ എടുത്ത സാധനം 20 രൂപയ്ക്കോ 30 രൂപയ്ക്കോ വിൽക്കാനല്ല ഇവിടെ ലേലം വിളി നടക്കുന്നത്. നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. 10 രൂപയ്ക്ക് ലേലം വിളിച്ച് ഉറപ്പിച്ച ഒരു സാധനം 1 രൂപയ്ക്കും 50 പൈസയ്ക്കും 25 പൈസയ്ക്കും വിൽക്കാനാണ് ഇവിടെ നടക്കുന്ന ലേലം വിളി. അതുകൊണ്ട് തന്നെ ഈ 10 രൂപയിൽ കൂടുതൽ 1 രൂപ 2 രൂപ 3 രൂപ, അപ്പൊ അതിനൊരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. ഈ ലിമിറ്റ് എന്ന് പറയുന്നത് ഹൈ ലിമിറ്റ് ആണ്. ഈ ഹൈ ലിമിറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് നഷ്ടം വരും. 10 രൂപയെന്ന് ഹൈ ലിമിറ്റ്, എക്സാമ്പിൾ ഒരു 25 രൂപയാണ് ഹൈ ലിമിറ്റ് വെച്ചിരിക്കുന്നു എന്ന് വിചാരിച്ചോളൂ, അതായത് അപ്പർ ലിമിറ്റ്. ആ 25 രൂപയ്ക്ക് മുകളിൽ പോയാൽ എന്താ പറ്റുക എന്ന് വെച്ചാൽ അവർക്ക് നഷ്ടം വരും. കാര്യത്തിൽ 10 രൂപ താഴോട്ട് പോയാലേ ലാഭം വരുള്ളൂ. മനസ്സിലായില്ലോ എന്ന് തോന്നുന്നു. മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയോ? വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ കാണേണ്ടത് ഓപ്ഷൻ സെല്ലർ എന്ത് ചെയ്യുന്നു, അവരുടെ പ്രോഫിറ്റ് എങ്ങനെ ആയിരിക്കും. അതാണ് നമ്മൾ ഓപ്ഷൻ ബയർ ആലോചിക്കേണ്ടത്. ഓപ്പോസിറ്റുള്ള പാർട്ടി, നമ്മുടെ യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ ഓപ്പോസിറ്റുള്ള, ചെസ് കളിക്ക് ഇറങ്ങുമ്പോൾ ഓപ്പോസിറ്റുള്ള പാർട്ടി എന്താണ് ചെയ്യുന്നത്. ഈ FNO ഇൻഡെക്സ് NSE തയ്യാറാക്കിയത് തന്നെ ഒരു ഹെഡ്ജിങ് പർപ്പസിനാണ്. വലിയ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനൊരു വലിയൊരു ഇതാണെന്ന് വിചാരിച്ചോളൂ, ബ്രോക്കറേജ് ഫേമാണ്, മോർഗൻ സ്റ്റാൻലി പോലുള്ള വലിയ ബ്രോക്കറേജ് ഫേമാണ്. എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ ക്ലയൻസ് ഉണ്ട്. ഞാൻ ഓരോ വർഷം കഴിയും തോറും എൻ്റെ ക്ലയൻസിൻ്റെ അടുത്ത് പോയിട്ട്, ഇത് മാർക്കറ്റിൽ ഞങ്ങൾ ഇട്ടു, ഇൻവെസ്റ്റ് ചെയ്തു, പക്ഷേ നഷ്ടം വന്നു എന്ന് പറയാൻ പറ്റുമോ? എന്ന് പറയാൻ പറ്റില്ല. അതായത് ഞാൻ പറയുന്നത് വലിയ ബ്രോക്കറേജ് ഫേം, മോർഗൻ സ്റ്റാൻലി പോലുള്ള വലിയ ടീംസ്, അവിടെ കോടിക്കണക്കിനാണ് ഇൻവെസ്റ്റേഴ്സ് വരുന്നത്. അവിടെ പോയിട്ട് നമുക്ക് നഷ്ടം വരുന്നു എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല. അതിനാണ് അവർ ഈ FNO NSE ക്രിയേറ്റ് ചെയ്തതും ഒരു ഹെഡ്ജിങ് ചെയ്ത് ഈ പ്രോഫിറ്റ്, നഷ്ടം വന്നു കഴിഞ്ഞാൽ പ്രോഫിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് FNO വന്നത്. ഇതൊന്ന്. രണ്ടാമത്, ഈ FNOയിൽ, അതായത് ഈ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനിൽ, എസ്പെഷ്യലി ഓപ്ഷനിൽ സെല്ലേഴ്സിന്റെ ഡോമിനന്റ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. സെല്ലേഴ്സിന്റെ ഡോമിനന്റ് ആണ്. 95% സെല്ലേഴ്സ് ആണ് ഉള്ളത്, ഓപ്ഷൻ സെല്ലേഴ്സ്. ബാക്കി 5% എന്നെ പോലെയും കുറേ വലിയ നിറച്ച് കാശ് വെച്ചിരിക്കുന്ന ആൾക്കാരും ഇതിനകത്ത് ഓപ്ഷൻ സെല്ലേഴ്സായി, ഓപ്ഷൻ ബയർ ആയിട്ടുണ്ട്. ഇതിനകത്ത് മുകളിലോട്ട് നോക്കി പോകുമ്പം ഒരു നിഫ്റ്റിയോ ബാങ്ക് നിഫ്റ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാർക്കറ്റോ മുകളിലോട്ട് നോക്കി പോകുമ്പോൾ, അതായത് FNOയിലുള്ള സ്റ്റോക്കും ഈ ഓപ്ഷൻസ്, ഈ പ്രീമിയം മുകളിലോട്ട് പോകുമ്പം നമ്മൾ വിചാരിക്കേണ്ടത് എവിടെയാണ് ഈ കാൾ സെല്ലേഴ്സ്, അതായത് മുകളിലോട്ട് പോകുമ്പോൾ കാൾ സെല്ലേഴ്സിന് നഷ്ടം വരും. കാൾ സെല്ലേഴ്സിന്റെ ഹൈ പോയിന്റ് വച്ചിരിക്കുന്നു എന്നുള്ളത് നോക്കുക. ആ ഹൈയിന്റെ അവിടെ നിന്നാണ് അവര് വീണ്ടും സെല്ല് ചെയ്യും. അവർക്ക് എന്താ പറയാ, അപ്പൊ 10 രൂപയിലുള്ള സാധനം 25 രൂപയ്ക്ക് പോകുമ്പോൾ 25 രൂപയ്ക്ക് അവർ സെല്ല് ചെയ്യും. നല്ല സ്ട്രോങ് ആയിട്ട് സെല്ല് ചെയ്യും, അവിടെ കാൾ സെല്ല് ചെയ്യും. അപ്പോൾ റിവേഴ്സൽ വരും. അതാണ് റിവേഴ്സൽ ട്രേഡ്. അവിടെ നമ്മൾ PE വാങ്ങിക്കണം. അതേപോലെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾ നോക്കിക്കോളൂ. കൂടുതൽ സമയം കളയുന്നില്ല. ഇത് പറയാൻ കാരണം, ഇതൊന്ന് വീണ്ടും ലിസൺ ചെയ്യുക.
കാര്യം നിറച്ച ആൾക്കാര് നമ്മുടെ എല്ലാം ഈ കറണ്ട് ഇതിൽ ജനറേഷനിൽ ജെൻസിയിലും അല്ലെങ്കിൽ കറണ്ട് സിനാരിയിൽ നമ്മൾ കടന്നു പോകുന്നത് നല്ല വിഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. നിറച്ച ആൾക്കാർ ബുക്ക് റീഡിങ് വിട്ടുപോയി, നിറച്ച ആൾക്കാർ ന്യൂസ് പേപ്പർ വായിക്കുന്നില്ല, നിറച്ച ആൾക്കാർ കേൾക്കുന്നില്ല. കേൾവി എന്ന് പറയുന്ന ആ ഒരു ലിസണിങ് സ്കില്ലുണ്ടല്ലോ അത് കുറവാണ്. വിഷ്വൽ ട്രീറ്റ് ആണ് ഇപ്പൊ എല്ലാ സ്ഥലത്തും, റീൽസ് ആയിട്ടും ഇൻസ്റ്റാഗ്രാം ആയിട്ടും. അങ്ങനെ നാട്ടിൽ തന്നെ നിറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, വലിയ വലിയ കാര്യങ്ങൾ. ശരി, അതിലോട്ട് നമ്മൾ പോകണ്ട, അതൊക്കെ പോളിറ്റിക്സ് ആണ്, അതിലോട്ട് പോകണ്ട. ഇന്നത്തെ പോയിന്റ് ഓഫ് കൺട്രോൾ 105 രൂപയാണ്. ഇത് നിഫ്റ്റി ഫ്യൂച്ചർ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 15 മിനിറ്റിന്റെ ക്യാൻഡിൽ സ്റ്റിക്ക് ട്രേഡർ, ഓപ്ഷൻ ട്രേഡർ ആണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.